വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചാൻസലർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനം നടത്താനെന്ന് KTU ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ടും സംസ്ഥാന സർക്കാർ നൽകിയ പാനൽ ലിസ്റ്റിന് വിരുദ്ധമായാണ് VC-മാരെ നിയമിച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. സർക്കാർ നിയമപരമായിട്ട് മുന്നോട്ട് പോകാണ്. ഇപ്പോൾ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എതിർകക്ഷികൾ എന്ന നിലയ്ക്ക് ചാൻസലർക്കും മറ്റും നോട്ടീസ് പോയിട്ടുണ്ട്. അടുത്ത ആഴ്ച കേൾക്കാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. തൽക്കാലത്തേക്ക് VC ഇല്ലാതെ ഒഴിവൊഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത്. KTUവിന്റെ ആക്ടില് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലാണ് ഇപ്പൊ ഈ നിയമനം നടന്നിട്ടുള്ളത്. അത് തീർച്ചയായും പാർശ്വവർത്തികളെ ചാൻസലറായി നിയമിക്കുക, വൈസ് ചാൻസലറായി നിയമിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായൊരു കാര്യമല്ല. നമ്മുടെ സർവകലാശാലകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്.